മാസും ഭാരവും ആ ഒരു ടോപ്പിക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് മാസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. എന്താ ശ്രദ്ധിച്ചോളൂ, മാറാൻ പാടില്ല. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ഓക്കെ, ഈ മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള മാസും ഒരു വസ്തുവിന്റെ ഭൂമിയിലെ മാസം എടുത്ത് കണക്കാക്കാം. അതേ മാസ് തന്നെയായിരിക്കും ആ വസ്തുവിന്റെ ചന്ദ്രനിലെ മാസും. അപ്പൊ ആ വസ്തുവിനെ എവിടെ വെച്ചാലും അതിന്റെ മാസ് മാറില്ല. മാസ് എന്ന് വെച്ചാൽ എന്താണ്? അത് അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. ഇപ്പൊ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ എത്രമാത്രം സാധനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നോക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു അളവ് കിട്ടുമല്ലോ. ഇതേ അളവായിരിക്കില്ല ഈ ബോക്സിന് നമ്മൾ ചന്ദ്രനിൽ എടുത്തു വെച്ചാലും കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. മാസ് അളക്കുന്നത് സാധാരണ ഈ കോമൺ ബാലൻസ് എന്ന് പറഞ്ഞ ഇത്തരം ബാലൻസുകൾ, ത്രാസുകൾ ഉപയോഗിച്ചാണ്. ഓക്കെ, തുലാസ്, ത്രാസ്. ഓക്കെ, എന്താണ് സാധാരണ ത്രാസ്, സാധാരണ തുലാസ് എന്നൊക്കെ പറയും. അതാണ് കോമൺ ബാലൻസ്. ഇപ്പൊ കോമൺ ബാലൻസ് എന്തിനു ഉപയോഗിക്കുന്നു വെച്ചാൽ ഇത് മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, കോമൺ ബാലൻസ് മാസ് അളക്കാൻ. സാധാരണ ത്രാസ് അല്ലെങ്കിൽ സാധാരണ തുലാസ്. ഓക്കെ, ഇനി ഭാരം എന്ന് വെച്ചാൽ അതൊരു ബലമാണ്. എന്താണ്? ഒരു ബലമാണ് ഭാരം. നമുക്ക് ഒരു വസ്തു ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഒരു വസ്തു ഇവിടെ ഉണ്ട്. ഈ ഒരു യെല്ലോ ബോക്സ്. ഓക്കെ, ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഈ വസ്തുവിനെ നമ്മുടെ ഭൂമി എത്ര ബലത്തിൽ ആകർഷിക്കുന്നു, എത്ര ബലത്തിൽ ആകർഷിക്കുന്നു എന്നതിന് നമുക്ക് പറയാം അതിന്റെ ഭൂമിയിലെ ഭാരം എന്നറിയാം. ഓക്കെ, ഇനി ഇതേ വസ്തുവിനെ നമ്മൾ ചന്ദ്രനിലാണ് വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചോ. അങ്ങനെയാണ് ഇവിടെ ഈ വസ്തുവിനെ ചന്ദ്രൻ എത്ര ബലത്തിൽ താഴോട്ട് ആകർഷിക്കുന്നു എന്നതിനെയാണ് എന്ത് പറയാറ്? അതിനെയാണ് പറയാറ് അതിന്റെ ചന്ദ്രനിലെ ഭാരം എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ എന്താണ് ഭാരം എന്നത്? ഒരു ബലമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം. ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ അവിടുത്തെ ഭാരം. മനസ്സിലായല്ലോ? അപ്പൊ ഭാരം മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അതായത് ഭൂമിയിലെ ഭാരമായിരിക്കില്ല ആ വസ്തുവിന്റെ ചന്ദ്രനിലെ ഭാരം. ഒരു വസ്തുവിന്റെ മാസ് എം ആയാൽ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? mg ആയിരിക്കും. ഓക്കെ, വസ്തുവിന്റെ മാസ് എം ആണെങ്കിൽ, ഈ ഒരു ബോക്സിന്റെ മാസ് എം ആണെങ്കിൽ അതിന്റെ ഭാരം എന്ന് വെച്ചാൽ mg ആയിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ കണ്ടോളൂ. ഇതാ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ F is equal to ma എന്ന ഇക്വേഷൻ നമുക്ക് മുമ്പേ അറിയാം അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ എവിടത്തേക്ക് എത്തുന്നത്? W equal to mg എന്ന ഇക്വേഷൻ എത്തുന്നത്. ഓക്കെ, F is equal to ma നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന് കിട്ടിയ ഇക്വേഷൻ. ആ W വെച്ചാൽ എന്താണ് ഇവിടെ? അത് ഭൂമിയുടെ ആകർഷണ ബലമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമി ആകർഷിക്കുന്ന ബലം, അതാണ് ഭാരം. അപ്പൊ F വെച്ചാൽ എന്താണ്? ബലം. W വെച്ചാൽ ഭൂമിയുടെ ആകർഷണ ബലം, അതാണ് ഭാരം. M മാറ്റൂല, m തന്നെയാണ് മാസ്. A എന്നത് ത്വരണമാണ്. ഇവിടെ എന്താണ്? ഭൂഗുരുത്വാകർഷണ ത്വരണം, അതായത് എക്ക് പകരം G എഴുതി. ഓക്കെ, ഇങ്ങനെ അടുത്തടുത്ത് എഴുതിയാൽ അതിനർത്ഥം എന്താണ്? M ഗുണിക്കണം A, M ഗുണിക്കണം G എന്നാണ് ഇങ്ങനെ അടുപ്പിച്ച് എഴുതുന്നത്. ഈ ഗുണിക്കണം ചിഹ്നം എഴുതണം എന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഭാരം W is equal to M ഗുണിക്കണം G. ഇതാ ഇവിടെ പറഞ്ഞത്. വസ്തുവിന്റെ മാസ് M ആയാൽ വസ്തുവിന്റെ ഭാരം mg ആയിരിക്കും. ഇനി ചോദ്യം, അതായത് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, ഇതാണ് സ്പ്രിംഗ് ബാലൻസ്. ഇവിടെ ഇടതുവശത്ത് ഉണ്ടോ? ഇവിടെ ഈ കൊളുത്തിൽ ഒരു വസ്തുവിനെ തൂക്കിയിട്ടാൽ അതിന്റെ മാസ് അതിന്റെ ഭാരം നമുക്ക് എന്ത് കിട്ടും? ഈ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കും. ഓക്കെ, പ്ലാറ്റ്ഫോം ബാലൻസ് പറഞ്ഞാൽ ഇതാണ്. അടിയിൽ കാണുന്നുണ്ടോ? ഇതിനാണ് പ്ലാറ്റ്ഫോം ബാലൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു വസ്തുവിനെ വെച്ചാൽ അതിന്റെ ഭാരം ഇവിടെ റീഡിങ്ങിൽ കാണിക്കും. എന്താണ് ഭാരം? അപ്പൊ ഈ മുകളിൽ കാണിക്കുന്നത്, അതായത് കോമൺ ബാലൻസ് എന്ന് വെച്ചാൽ മാസ് അളക്കുന്നതാണ്. അതായത് ഇതിന്റെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു തൂക്കക്കട്ടി എന്തെങ്കിലും വയ്ക്കും. എന്നിട്ട് മറ്റേ സൈഡിലാണ് നമുക്ക് അരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്നിട്ട് ഇതിന്റെ മാസും താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ അളന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി കണ്ടോ, ഭാരം എന്ന് വെച്ചാൽ ബലമാണല്ലോ. അങ്ങനെയാണ് ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് തന്നെ, അതായത് ന്യൂട്ടൺ ആണ്. കിലോഗ്രാം വെയിറ്റ് എന്നതും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഭാരത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ്. സ്പ്രിംഗ് ബാലൻസിൽ സാധാരണയായിട്ട് കിലോഗ്രാം വെയിറ്റ് kgWt എന്നതിന് kg എന്ന് മാത്രമേ എഴുതാറുള്ളൂ. കിലോഗ്രാം അത്ര മാത്രമേ ചിലപ്പോൾ എഴുതി കാണാറുള്ളൂ. കണ്ടോ, സ്പ്രിംഗ് ബാലൻസ് സാധാരണയായി kgWt, അതായത് കിലോഗ്രാം ഭാരം, കിലോഗ്രാം വെയിറ്റിനെ
കിലോഗ്രാം എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? 50 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും അല്ലെ. 50 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭാരം 50 കിലോഗ്രാം വെയിറ്റ്, kgWT. ഇനി അതിനെ ന്യൂട്ടൺ എന്ന അളവിലാണ് കിട്ടുന്നുണ്ടെങ്കിലോ? F = mg അല്ലേ, അപ്പൊ m എത്രയാണ്? 50. ജിയോ 9.8. അപ്പൊ 50 ഗുണിക്കണം 9.8 ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 50 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ന്യൂട്ടൺ എന്ന ആ ഒരു യൂണിറ്റിലുള്ള ഭാരം കിട്ടും. ഇനി കണ്ടോ, നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 കിലോഗ്രാം ഭാരം പ്രസ്താവിക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. 1 കിലോഗ്രാം മാസുള്ള F = ma, അതായത് F = mg ആണെന്നറിയാം. അപ്പൊ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ m 1 കിലോഗ്രാം ആയാൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. ഓക്കെ, എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഭാരം എന്ന് വെച്ചാൽ 1 kgWT = 1 കിലോഗ്രാം, 1 കിലോഗ്രാം മാസുള്ള വസ്തു ഗുണിക്കണം അതിന്റെ ഭൂഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 9.8 ചെയ്താൽ 1 ഗുണിക്കണം 9.8 എന്താണ്? 9.8 തന്നെയാണ്. യൂണിറ്റോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള എന്താണ്? ഈ യൂണിറ്റ് വെച്ചാൽ എന്താണത്? അതാണ് ന്യൂട്ടൺ. ആ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പൊ 9.8 ന്യൂട്ടൺ കിട്ടി. അതായത് 1 കിലോഗ്രാം ഭാരം എന്ന് വെച്ചാൽ 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, SI യൂണിറ്റിൽ SI യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ടല്ലോ 8ാം ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പൊ 50 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭാരം mg = 50 ഗുണിക്കണം 9.8 ചെയ്താൽ നമുക്ക് കിട്ടും 490 ന്യൂട്ടൺ. ഇതിനെ നമുക്ക് എന്ത് പറയാം? 50 കിലോഗ്രാം വെയിറ്റ്, kgWT, കിലോഗ്രാം ഭാരം എന്നും പറയാം. അടുത്ത ചോദ്യം, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. ഓക്കെ, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക. എന്താണ്? F = m ഗുണിക്കണം g. ഓക്കെ, m ഗുണിക്കണം g. m എത്രയാണ്? 10. 10 ഗുണിക്കണം ജിയോ, ഭൂമിയിലെ g എത്രയാണ്? 9.8. ഓക്കെ, 9.8. അപ്പൊ 9.8 ഗുണിക്കണം 10 വെച്ചാൽ അത് 98 ആണ്. ഈ ഒരു പോയിന്റ് പോയി അല്ലെ. 9.8 ഒരു 0 ഉണ്ട്. 10 ഗുണിക്കുമ്പോൾ 98 കിട്ടും. 98 ന്യൂട്ടൺ. ഓക്കെ, യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടൺ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക എന്ന് വെച്ചാൽ അത് 98 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഈ വസ്തുവിനെ ചന്ദ്രനിൽ എത്തിച്ചാൽ ഭാരം എത്രയായിരിക്കും എന്നാണ്. അപ്പൊ ഇവിടെ ചന്ദ്രനിലെ g വ്യത്യാസമുണ്ട്. ഗുരുത്വാകർഷണം മൂലമുള്ള ഈ ത്വരണം വ്യത്യാസമുണ്ട്. അത് എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ആ ഭൂമിയിലെ ഭാരം ഇവിടെ കണക്കാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദ്രനിലെ ഭാരം ഇതേപോലെ കണക്കാക്കാം. mg, g എന്നാൽ g ചന്ദ്രൻ, അതായത് 10 മാസ് 10 തന്നിട്ടുണ്ട്, ഗുണിക്കണം g ചന്ദ്രൻ 1.62 ചെയ്താൽ നമുക്ക് കിട്ടും. ഇവിടെ ഒരു 0, 10. ഈ പോയിന്റ് ഇപ്പുറത്തേക്ക് പോയി. ഓക്കെ, ഇപ്പുറത്തേക്ക് പോയി. അപ്പൊ 16.2 ന്യൂട്ടന് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിൽ എവിടെയായിരുന്നാലും വസ്തുവിന്റെ മാസിന് മാറ്റം ഉണ്ടാകില്ല. എന്താണ്? മാസിന് മാറ്റം ഉണ്ടാകില്ല. എന്തുകൊണ്ട്? മാസ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. ദ്രവ്യത്തിന്റെ അളവ് എല്ലായിടത്ത് പോയാലും ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ ഭാരത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, കാരണം ഭാരം എന്ന് പറഞ്ഞാൽ നിശ്ചിത മാസമുള്ള വസ്തുവിനെ ഭൂമി ആകർഷിക്കുന്ന ബലമാണ് ഭൂമിയിലെ ഭാരം, ചന്ദ്രൻ ആകർഷിക്കുന്ന ബലമാണ് ചന്ദ്രനിലെ ഭാരം. അങ്ങനെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്താൻ. മാസ് അളക്കാൻ വേണ്ടിയിട്ട് കോമൺ ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ അളക്കുന്നു മാസ്. അതേസമയം ഭാരം സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് എന്നിവ ഉപയോഗിച്ച് അളക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് എന്ത് എഴുതാം? മാസ് എന്ന് വെച്ചാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. ഭാരം എന്ന് വെച്ചാൽ ഇതൊരു ബലമാണ്. ഭാരം എന്ന് വെച്ചാൽ ബലമാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയുടെ ആകർഷണ ബലമാണ് അതിന്റെ ഭൂമിയിലെ ഭാരം. ഓക്കെ, മൂന്നാമതായിട്ട് എന്ത് എഴുതാം? മാസ് എവിടെ ചെന്നാലും മാസിൽ വ്യത്യാസം ഉണ്ടാവില്ല ഒരു വസ്തുവിന്റെ. അതേസമയം ഭാരത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ഓക്കെ, അടുത്ത ചോദ്യം, കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കപ്പലിൽ ഒരു വസ്തു കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ തൂക്കിയ അതേ സ്പ്രിംഗ് ബാലൻസ് കൊണ്ട് ഇംഗ്ലണ്ടിൽ വെച്ച് തൂക്കിയപ്പോൾ അവിടെ 20 ന്യൂട്ടൺ ഭാരം കൂടിയതായിട്ട് കണ്ടു.
എന്തായിരിക്കും കാരണം എന്നാണ്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ നിന്നാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഡബ്ല്യു ഈക്വൽ ടു എം ജി കിട്ടിയത്. അതായത് ഭാരം ഈസ് ഈക്വൽ ടു എം മാസ് ഗുണിക്കണം ജി അല്ലെ, എം മാസ് ഗുണിക്കണം ജി. അപ്പൊ കൊച്ചിയിൽ നോക്കിയപ്പോൾ ഒരു നിശ്ചിത ഭാരം കിട്ടി എം ജി ഇക്വേഷൻ ഇട്ടിട്ട്. ഇംഗ്ലണ്ടിൽ വെച്ച് നോക്കിയപ്പോൾ ഭാരം കൂടി. ഭാരം കൂടി പറഞ്ഞാൽ ഈ ഡബ്ല്യു കൂടി, അതായത് എം ഗുണിക്കണം ജി കൂടി. ഈ എമ്മിൽ മാറ്റം ഉണ്ടാവോ? ഇല്ല, അത് മാസാണ്, മാസ് മാറൂല അറിഞ്ഞു. അതേസമയം ഗുണിക്കണം ജി അത് മാറാം അല്ലെ, ഈ ജി മാറാം. കാരണം ഭൂമിയിൽ തന്നെ ധ്രുവങ്ങളിലാണ് ജിയുടെ വാല്യൂ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേസമയം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ജിയുടെ വാല്യൂ കുറവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം എന്താണ്? അവിടെ ജിയുടെ മൂല്യം കൂടുന്നത് കൊണ്ടാണ് എന്താണ് ഭാരം കൂടുതലായിട്ട് കണ്ടത്. അതായത് ഈ പ്രദേശത്ത് ഇംഗ്ലണ്ടിലല്ലേ ഭാരം കൂടുതലായിട്ട് കണ്ടത്. അപ്പൊ ഇംഗ്ലണ്ടിലെ ജിയുടെ മൂല്യം ചെറിയ ജി ആണ്. ജിയുടെ മൂല്യം കൊച്ചിയിലെ ജിയുടെ മൂല്യത്തെക്കാൾ കൂടുതലായത് കൊണ്ടാണ് അവിടെ ഭാരക്കൂടുതൽ കണക്കാക്കി അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖാ പ്രദേശത്താണോ ഭാരം കൂടുതൽ അനുഭവപ്പെടുന്നത് എന്നാണ്. ഓക്കെ, അപ്പൊ ഭാരത്തിന് ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഗുണിക്കണം ജി. ഓക്കെ, അപ്പൊ ജി എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ആയിരിക്കും ആ വസ്തുവിന്റെ ഭാരം കൂടുതൽ അല്ലെ. അപ്പൊ എന്തൊക്കെ ചോദ്യം? ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖാ പ്രദേശത്താണോ എന്നും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അറിയണം ധ്രുവപ്രദേശത്താണോ ഭൂമധ്യരേഖാ പ്രദേശത്താണോ ഈ ജിയുടെ വാല്യൂ കൂടുതൽ അറിയണം. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് 79-ാം പേജിൽ കണ്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നമുക്ക് നോക്കാം. ഓക്കെ, ആ പേജിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ പാർട്ട് 4 വീഡിയോയിലായിരിക്കും ഈ സംഭവം ചർച്ച ചെയ്തത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 79-ാം പേജിലായിരിക്കും. ഈ പേജിൽ ഇവിടെ കണ്ടോ, ധ്രുവങ്ങളിലും ഭൂമധ്യരേഖയിലുള്ള ജിയുടെ മൂല്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന് ധ്രുവങ്ങളിലേക്കുള്ള അകലം കുറവാണ്, അതുകൊണ്ട് ജിയുടെ മൂല്യം അവിടെ കൂടുതലാണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ജിയുടെ മൂല്യം ധ്രുവങ്ങളിലാണ് കൂടുതലെങ്കിൽ അവിടെ ആയിരിക്കില്ലേ ഭാരവും കൂടുതൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കുന്നതാണ്? അതേ പേജിൽ, അത്ര 79-ാം പേജ് അല്ലേ. ഓക്കെ, നമ്മൾ പാർട്ട് 4 വീഡിയോയിലാണെന്ന് തോന്നുന്നു ആ കാര്യം ചർച്ച ചെയ്ത് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഭൂകേന്ദ്രത്തിൽ വസ്തുവിനെ എല്ലാ ഭാഗത്തു നിന്നും ആകർഷിക്കുന്ന ബലങ്ങൾ തുല്യമായതിനാൽ അവിടെ ജിയുടെ മൂല്യം എത്രയായിരിക്കും? 0 ഓക്കെ, ജിയുടെ മൂല്യം ഭൂകേന്ദ്രത്തിൽ 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാരം കണക്കാക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു ഈക്വൽ ടു എം ഗുണിക്കണം ജി എന്നാണ്. അപ്പൊ എം ഗുണിക്കണം ജി എത്ര? 0 ആയി. അപ്പൊ എം ഗുണിക്കണം 0 ചെയ്താൽ എന്താണ് ഉത്തരം? 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരത്തിന് മാറ്റം ഉണ്ടാകുമോ എന്നാണ്. ഓക്കെ, നമുക്കിത് അടുത്ത ടോപ്പിക്ക് വായിക്കാം. എന്താണ് നിർബാധ പതനവും ഭാരമില്ലായ്മയും? ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാരം കൂടാനാണ് സാധ്യത. നല്ല ഉയരത്തിൽ നിന്ന് ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കുന്നു വിചാരിച്ചോ അല്ലേ. ഇങ്ങനെ പതിക്കുമ്പോൾ കൂടിയ ഉയരങ്ങളിൽ ജിയുടെ വാല്യൂ എന്താണ്? കുറവായിരിക്കും. ഓക്കെ, താഴോട്ട് എത്തുന്നവരും ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ജി എന്താവും? കൂടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ ഉയരത്തിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് പതിക്കുമ്പോൾ അതിന്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഭൗമോപരിതലത്തിൽ എത്തുന്നത് വരെ. അപ്പൊ അടുത്ത ടോപ്പിക്ക് നിർബാധ പതനവും ഭാരമില്ലായ്മയുമാണ്. ഒരു സ്പ്രിംഗ് ബാലൻസിൽ 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് 20 ഗ്രാം തൂക്കക്കട്ടി കൊളുത്തിയിട്ട് സ്പ്രിംഗ് ബാലൻസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് താഴ്ത്തണം. ഈ സമയത്ത് റീഡിങ്ങിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കുന്നതാണ്? ഇങ്ങനെ പെട്ടെന്ന് സ്പ്രിംഗ് ബാലൻസ് അടക്കം ഈ തൂക്കക്കട്ടിയെ താഴ്ത്തുമ്പോൾ ഭാരം കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇളക്കുന്നത് കണ്ടോ, ഇവിടെ കയ്യിൽ നിന്ന് ഈ സ്പ്രിംഗ് ബാലൻസും ഈ തൂക്കക്കട്ടി അല്ലെങ്കിൽ ഈ കല്ലും കെട്ടിയിട്ട തൂക്കം എന്താണോ, വെയിറ്റ് എന്താണോ, അത് ഒന്നിച്ച് നമ്മൾ ഇളക്കിയാൽ അതിൽ നമുക്ക് ഭാരം കാണിക്കുന്നത് 0 ആയിരിക്കും. എന്താണ്? 0 ആയിരിക്കും. അതാ പറയുന്നത്, ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇതാണ് നിർബാധ പതനം. നിർബാധ പതനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ
അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഓക്കെ, ഇത്തരം ചലനമാണ് നിർബാധ പതനം. ഓക്കെ, നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട് എന്നറിയാമല്ലോ. ത്വരണത്തിന് ആവശ്യമായ ബലം മുഴുവൻ നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. എന്താണ്? നിർബാധ പതനത്തിന് വിധേയമായ ഒരു വസ്തുവിന് ത്വരണത്തിന് ആവശ്യമായ ബലം മുഴുവനായിട്ടും നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. അടുത്ത പോയിന്റ് കേട്ടോളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ഭാരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിനാൽ വസ്തുവിന് ഭാരം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സ്പേസ് സ്റ്റേഷനുകളിൽ, ഓക്കെ, ബഹിരാകാശ നിലയങ്ങളിൽ ഭൂമിയെ ചുറ്റുന്നയാൾക്ക് സന്ദർഭം എന്താണ്? നിർബാധപതനം തന്നെയാണ്. നിർബാധപതനത്തിന് വിധേയമാകുന്ന ഒരു വസ്തു. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചാൽ മതി. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം എന്ത്? അത് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. ഇതാ മുഴുവൻ ബലവും ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് നിർബാധം പതിക്കുന്ന കല്ലിന്റെ ചലനം നേർരേഖയിലാണല്ലോ, അത് നേരെ താഴോട്ട് വരുന്നതാണല്ലോ. എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ചുറ്റും വട്ടത്തിലല്ലേ കറങ്ങുന്നത്, വൃത്താകൃതിയിലല്ലേ. ഇത്തരത്തിലുള്ള ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കല്ല് കയറിൽ കെട്ടി കറക്കുന്നത്, പിന്നെ ക്ലോക്കിലെ സൂചിയുടെ കറക്കമൊക്കെ എഴുതാൻ നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് വർത്തുള ചലനം. വർത്തുള ചലനം എന്ന് വെച്ചാല് സർക്കുലാർ മോഷൻ, വൃത്താകൃതിയിലുള്ള ചലനം എന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടോ, ഒരു കുട്ടിയുണ്ട് ഇവിടെ, കല്ല് കയറിൽ കെട്ടി കറക്കുന്നുണ്ട്. ഓക്കെ, വർത്തുള ചലനം അതായത് വൃത്താകൃതിയിലുള്ള ചലനം തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. ഇത് വർത്തുള ചലനം, വട്ടത്തിൽ കറക്കുമ്പോൾ തുല്യമായ സമയ ഇടവേളകളിൽ കല്ല് തുല്യമായ ദൂരമാണ് ഇങ്ങനെ ചലിക്കുന്നെങ്കിൽ. കണ്ടോ, തുല്യമായ സമയ ഇടവേളയിൽ തുല്യമായ ദൂരമാണ് കല്ല് ചലിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? അതിന് സമവർത്തുള ചലനം എന്ന് പറയും. ഓക്കെ, ഈ സമവർത്തുള ചലന സമയത്ത് അത് വട്ടത്തിൽ ഇങ്ങനെ തുല്യ വേഗത ഇങ്ങനെ കറങ്ങുമ്പോൾ വസ്തുവിന്റെ വേഗം സമമായിരിക്കും അല്ലെ, സമവേഗമായിരിക്കും എന്ന് പറയും. പക്ഷെ പ്രവേഗം സമമല്ലല്ലോ, സമപ്രവേഗം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തേ? പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു സദിശ അളവാന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാല് ദിശ കൂടി പരിഗണിക്കണം, ദിശയും കൂടി മാറിക്കൂടാ. ഇതാ ഇങ്ങനെ ഒരു വസ്തു പോകുമ്പോൾ അതിന്റെ ദിശ മാറുന്നില്ല പറയാ, എന്താ നേരെ മുന്നോട്ടല്ലേ പോകുന്നിപ്പോ. പക്ഷെ വൃത്താകൃതിയിൽ പോകുമ്പോൾ ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സമപ്രവേഗമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ സമവേഗമാണെന്ന് പറയാം. കാരണം വേഗം എന്ന് പറയുമ്പോൾ ഈ ദിശ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഈ വസ്തുവിൽ എന്തെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ടോ? ഇവിടെ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഇതിന്റെ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവേഗം മാറുമ്പോൾ എന്തുണ്ട് പറയും? ത്വരണം ഉണ്ട് പറയും. അപ്പൊ അങ്ങനെ ത്വരണം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ബലം ഉണ്ടാകും, ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ആ ബലത്തിനെ പറയുന്നതാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം. ഈ ബലത്തിന് ദിശ കണ്ടോ? വൃത്ത കേന്ദ്രത്തിലേക്കാണ് ഈ ബലത്തിന് ദിശ. കണ്ടോ, ആരോ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഒരു വസ്തു കറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള അഭികേന്ദ്ര ബലത്തിന്റെ ദിശ ഇങ്ങോട്ടാണ്, കേന്ദ്രത്തിലേക്കാണ്. ഓക്കെ, ഈ ചരട് കയ്യിൽ നിന്ന് വിട്ടാല് കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുന്നത്? തൊടുവരയിൽ കൂടിയായിരിക്കുമല്ലോ. അതായത് ഇപ്പൊ ഇവിടെ ഒരാൾ പിടിച്ചിട്ടുണ്ട്, ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ വൃത്തപാതയിൽ കല്ലിനെ കറക്കുന്നു. ഇവിടെ എത്തുമ്പോൾ കയറ് പൊട്ടിപ്പോയി വിചാരിച്ചോ, അപ്പൊ കല്ലെന്താവും? ഇങ്ങോട്ട് തെറിക്കും അല്ലെ. ഇവിടെ എത്തുമ്പോൾ കയറ് പൊട്ടുന്നെങ്കിലോ കല്ല് ഈ ഡയറക്ഷനിൽ തെറിക്കും. അപ്പൊ ഇതിനെന്ത് പറയും? തൊടുവര എന്ന് പറയും. ഓക്കെ, വൃത്തത്തിന് ഇങ്ങനെ ഇങ്ങനെ നേരെ വൃത്തത്തിന് തൊട്ടിട്ട് ഇങ്ങനെ വരക്കുന്ന രേഖകളെയാണല്ലോ നമ്മൾ തൊടുവര എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ചരട് കയ്യിൽ നിന്ന് വിട്ടാൽ കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുന്നത്? തൊടുവരയിൽ കൂടി ആയിരിക്കുമല്ലോ എന്നാണ്. അപ്പോ പ്രവേഗമാറ്റത്തിന് നിരക്കാണ് ത്വരണം. വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അപ്പൊ എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് ചോദ്യം ചോദിച്ചാല് ഇങ്ങനെ പറയണം: വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന് ത്വരണം ഉണ്ടാകുന്നുണ്ട്. ഈ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. എളുപ്പമല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് എത്ര എഴുതാം? അതിന് കാരണമായ ബലമാണ് അഭികേന്ദ്ര ബലം.
ഇവിടെ കല്ല് കറക്കുമ്പോൾ നമ്മുടെ കൈയാണ് ഈ ബലം നൽകുന്നത്. അഭികേന്ദ്ര ബലത്തിന്റെ ദിശ അറിഞ്ഞാൽ കേന്ദ്രത്തിലേക്കാണ്. ആരോ കൊടുത്തിട്ടുണ്ടോ? അഭികേന്ദ്ര ബലമില്ലെങ്കിൽ വർത്തുള ചലനം ഉണ്ടാകുമോ? ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്. ഓക്കെ, നമ്മ കയ്യിൽ പിടിച്ച് കറക്കുമ്പോഴാണ് അത് കറങ്ങുന്നത്. അതായത് അഭികേന്ദ്ര ബലം ഇല്ലാതാകുമ്പോൾ അതിന് വർത്തുള ചലനം സാധ്യമാവില്ല. ഓക്കെ, അടുത്തുണ്ടോ? ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും ചന്ദ്രനായാലും കൃത്രിമ ഉപഗ്രഹങ്ങളായാലും അവ കറങ്ങുന്നതും അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. അഭികേന്ദ്ര ബലത്തിന്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിന്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. ഈ എന്താണ്? അതായത് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിന്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത് അഭികേന്ദ്ര ബലത്തിന്റെ അപര്യാപ്തത മൂലമാണ്, കുറവ് മൂലമാണ്. ഓക്കെ, വാഹനത്തിന്റെ മാസും വാഹനത്തിന്റെ വേഗവും വളവിന്റെ വക്രതയും, വക്രത പറഞ്ഞാൽ എത്രമാത്രം വളഞ്ഞിരിക്കുന്നു എന്നൊരു വളവ്, എത്രമാത്രം വളവുണ്ട് എന്ന് പറയുന്നില്ലേ, അതിനാണ് വക്രത ഉദ്ദേശിച്ചത് കേട്ടോ ഇവിടെ. അപ്പൊ വളവിന്റെ വക്രതയും വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത്, അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരപാത വർത്തുളമോ വക്രമോ ആയിരിക്കും. അല്ലെ, അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ട് ഒരു വസ്തു സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പാത എന്തായിരിക്കും? വർത്തുളം, വൃത്താകൃതിയിൽ. വക്രമോ, വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ടുള്ള പാത എന്ന് തന്നെ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്? വൃത്താകൃതിയിലുള്ള പാതയായിരിക്കും. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ചുറ്റും കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഭൂഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലമാണ് ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം ലഭിക്കുന്നത്. ഓക്കെ, കയ്യിൽ പിടിച്ചിട്ട് കയറിൽ കെട്ടിയിട്ട് കല്ല് കറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയോ ഭൂഗുരുത്വാകർഷണ ബലമാണ്. അതാ പറഞ്ഞിട്ട് ഉത്തരവ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ബലം തന്നെയാണ് അഭികേന്ദ്ര ബലമായിട്ട് ഇവിടെ മാറുന്നത്. അടുത്തത് കണ്ടോ, ഇനി നമുക്ക് ജസ്റ്റ് വായിക്കാനുള്ള കാര്യമാണ്. ഭാരതത്തിന്റെ ശാസ്ത്രരംഗത്തെ പുതുയുഗപ്പിറവിക്ക് കാരണമായ ചന്ദ്രയാൻ 3 ഇതേ ഗുരുത്വാകർഷണ ബലം മറികടന്നല്ലേ ചന്ദ്രനിലേക്ക് എത്തിയത്. ഗുരുത്വാകർഷണ ബലമാണ് അഭികേന്ദ്ര ബലമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായിട്ടാണ് ഇങ്ങനെ കറങ്ങുന്നത് അല്ലെ. അപ്പൊ അതിനെ അതിജീവിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നാണ് ഈ ചന്ദ്രനിലേക്ക് നമ്മുടെ ചന്ദ്രയാൻ 3 എത്തിയിരിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിച്ച് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം ഊർജം ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് വലിയ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച സാങ്കേതിക മേന്മ കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ചാന്ദ്ര മിഷനുകളെ അപേക്ഷിച്ച് ശേഷി കുറഞ്ഞ റോക്കറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രയാനെ ചന്ദ്രനിൽ എത്തിക്കാൻ സാധിച്ചു. ചന്ദ്രനിൽ എത്തുന്ന ലാൻഡറിന്റെ വേഗം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലം വർദ്ധിക്കും. ഇങ്ങനെയുണ്ടാകുന്ന വേഗവർദ്ധനവിനെ ക്രമമായി കുറച്ചാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ മികവിനെയാണ് പാഠാരംഭത്തിൽ കുട്ടികൾ വാഴ്ത്തിയത്. ഓക്കെ, ഈ പാഠത്തിന്റെ തുടക്കത്തിൽ കണ്ട ചിത്രം കണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച്? ആ ഒരു ദൃശ്യം നമ്മൾ ഇവിടത്തേക്ക് ആ ഒരു ദൃശ്യത്തെ കുറിച്ച് നമ്മളിവിടെ പറയലായി. ഓക്കെ, അതായത് തുടക്കം എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം ഇവിടെ പാഠത്തിന്റെ അവസാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഈ പാഠത്തിൽ വരുന്നത്. ബാക്കി കുറച്ച് വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 10-14 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ശേഷം വേണം വിലയിരുത്താൻ ചോദ്യം ഓരോന്നായിട്ട് ചെയ്യാൻ. ഓക്കെ, ഈ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ വിലയിരുത്താൻ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു.